Hi students, last day നമ്മൾ പോർഷൻ എൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഗ്രൂപ്പ്സ് which groups are the vulnerable groups for which human rights protection is required അതായിരിക്കും നമ്മൾ മെൻഷൻ ചെയ്തത്. ഇതിൽ നമ്മൾ വിമൻ ആൻഡ് ഗേൾസ് എന്ന ഗ്രൂപ്പും ചിൽഡ്രൻ എന്ന ഗ്രൂപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. സോ വി വിൽ ബി ഡിസ്കസിങ് ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഫസ്റ്റ് വൺ ഫോർ വിമൻ. എന്തൊക്കെ ഡിക്ലറേഷനാണ് വിമൻ ആൻഡ് ചിൽഡ്രനുള്ള? വിമൻ വിച്ച് ഇൻക്ലൂഡ്സ് ഗേൾസ് ടു. ഇറ്റ് ഈസ് മെൻഷൻ ഇൻ ദി Human Rights Act Article 2nd. National Commission for Women എന്നൊരു കമ്മീഷൻ വാസ് ഓൾസോ ഡെവലപ്ഡ് ഇൻ 1992. ഇങ്ങനൊരു കമ്മീഷനും നമ്മൾ ഓർഗനൈസ് ചെയ്തു ബൈ 1992. വാട്ട് വർ ദ പർപ്പസ് ഓഫ് ദിസ്? ടു പ്രൊവൈഡ് or to ensure redressal of grievances. കുറേ ഗ്രീവൻസസ് ഉണ്ടാവും വിമൻ ആൻഡ് ഗേൾസിന്. ഹരാസ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാവും, അങ്ങനെ മെൻ്റൽ, സെക്ഷൽ, എവറി ടൈപ്പ് ഓഫ് ഹരാസ്മെൻറ്റ് വിൽ ബി ഫേസ്. ഇൻ ദാറ്റ് കേസ് ദേ ക്യാൻ അപ്രോച്ച് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ഫോർ ഗെറ്റിംഗ് redressal. Okay, then health and social issues. കുറേ സോഷ്യൽ ഇഷ്യൂസും ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ഗേൾസിനുള്ള ദാറ്റ് ക്യാൻ ബി redressed. Then address problems of SC and ST women, resolve flights and troubles of widows. Widows-inde troublesum mention ചെയ്യുന്നു. These are included in the Declaration of Women for protection, human rights protection. Now for children, what are they? To provide access to secondary and higher education. Children secondary and higher education provide prohibition of child marriage, act against sexual abuse of children. പോക്സോ ആക്ട് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അത് ചിൽഡ്രൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് പുതിയ ആക്റ്റാണ്. ഇറ്റ് ഈസ് ബിക്കമിങ് സോ റിലവൻറ്റ് ഇൻ ടുഡേയ്സ് വേൾഡ് ബിക്കോസ് ദി ഹറാസ്മെൻറ്റ് ടുവേഴ്സ് സ്റ്റുഡൻസ് ഓർ ചിൽഡ്രൻ ബിലോ ഏജസ് ഓഫ് 18 ഇസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. അതുകൊണ്ട് പോസ്കോ ആക്റ്റും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നു. ദീസ് ഓൾ വിൽ ബി റിഡ്രസ്ഡ് through the Human Rights Commission. Okay, next, prohibition of child labor. Then provide education to child labor, migrant children and children with special need. Child labor ആയിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക്, അതേപോലെ മൈഗ്രൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക്, സ്പെഷ്യൽ നീഡ്സ് വേണ്ട കുട്ടികൾക്ക്, അവർക്കൊക്കെയുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ഡിക്ലറേഷനും. ഓക്കെ, സോ വി ക്യാൻ മൂവ് ഇൻ ടു സം ഓഫ് ദി കൺവെൻഷൻ. ഓക്കെ, ഫസ്റ്റ് one is ICCPR. It is a bilateral treaty appointed by United Nations General Assembly Resolution 2200A 21 on 16 December 1966. അന്നാണ് ഈ ട്രീറ്റി യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി അഡോപ്റ്റ് ചെയ്തത്. ബട്ട് ഇറ്റ് കെയിം ഇൻ ദ ഫോഴ്സ് ഓൺലി ഓൺ 23rd March 1976 in accordance with Article 49 of the Covenant. Okay, it is monitored by the United Nations Human Rights Committee, which reviews regular reports of states parties on which or on how the rights are being implemented. എങ്ങനെയാണ് ഈ റൈറ്റ്സ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്നുള്ളത് മോണിറ്റർ ചെയ്ത് യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റിയാണ്. ആൻഡ് ദേ വിൽ റിവ്യൂ ദ റെഗുലർ റിപ്പോർട്ട്സ് ടു. The committee normally meets in Geneva and holds 3 sessions per year. 3 പ്രാവശ്യം ഒരു ഇയറിൽ മീറ്റ് ചെയ്യുന്നതാണ്. Together, the UDHR and the 2 convenants are considered to be the foundational human rights texts in the contemporary international system of human rights. So, ICCPR എന്താണ്, അത് ഏത് വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഓർ വെൻ ഇറ്റ് കെയിം ടു ഫോഴ്സ്, ഹൂ ഇസ് മോണിറ്ററിങ് ദം, ആൻഡ് വെർ ഇസ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ്, ഹൗ മെനി മീറ്റിംഗ്സ് ദേ കണ്ടക്ട്, ദീസ് ഓൾ ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നൗ വി ക്യാൻ മൂവ് ഇൻ ടു ദ ICESCR, International Convention of Economic, Social, Cultural Rights. Okay, what is that? It is entered into force on 3rd January 1976. Here it was in 1966. And here it is 3rd January 1976. The treaty body is Committee on Economic, Social and Cultural Rights, CESCR. It is in Geneva and they meet twice in a year. While ICCPR meet thrice in a year. It reports to General Assembly. States must report within 1 year of ratification and every 5 years. Committee may request more frequent reports if they have specific concern. ഇതിൽ സ്പെസിഫിക് കൺസേൺ ഉണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ പ്രാവശ്യം റിപ്പോർട്ട്സ് ചോദിക്കാവുന്നതാണ്. They provide the legal framework to protect and preserve the most basic economic, social and cultural rights, including rights relating to work in just and favorable condition, to social protection, to an adequate standard of living, to the highest attainable standard of mental and physical health, to education and to enjoyment of the benefit of
കൾച്ചറൽ ഫ്രീഡം ആൻഡ് സയൻറ്റിഫിക് പ്രോസസ്. ഇപ്പോൾ ഒരു ലീഗൽ ഫ്രെയിംവർക്കാണ് എന്തിന്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ആൻഡ് പ്രിസർവ് ചെയ്യാൻ വേണ്ടി. അതേപോലെ റൈറ്റ്സ് ഇൻക്ലൂഡിങ് ദ വർക്ക് ഇൻ ജസ്റ്റ് ആൻഡ് ഫേവറബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇതിനൊക്കെയുള്ള ഒരു ലീഗൽ ഫ്രെയിംവർക്കാണ് IESCR ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 18 independent experts who are nationals of state parties to IESCR elected by the secret ballot and serving 4 years term. ഇതിലുള്ള 18 ഇൻഡിപെൻഡൻറ്റ് എക്സ്പേർട്സ് എന്ന് പറയുന്നത് 4-year ടേമിന് സീക്രട്ട് ബാലറ്റ് ആയിട്ട് എലക്റ്റഡ് ആയി പോകുന്ന എംപ്ലോയീസ് ആയിരിക്കും. ഓക്കെ, ഒരു എക്സ്പേർട്സ് ആയിരിക്കും. These are the two convenants. What are they? ICCPR and ICESCR. These are very important. Now we can move into the SC, ST and backward caste and minority protection. ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ഓഫ് deprivation or legal or subjugation or depression for many years of century. ഇവർ എന്നിട്ടൊരു മാർജിനൈസ്ഡ് ഗ്രൂപ്പാണ്. അവർ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട്. അവരെ എല്ലാവരും ഡിനൈ ചെയ്യും, അവരെ അടിച്ചമർത്തൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. SC, ST ആൻഡ് ബാക്ക്വേർഡ് കാസ്റ്റ് ആൻഡ് മൈനോറിറ്റീസ് പണ്ടത്തെ കാലത്ത്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഹ്യൂമൻ റൈറ്റ്സ് കൊണ്ടുവന്നത്. ദേ വർ ഹാവിങ് നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ്. ബാക്കി നേഷൻ മുഴുവൻ മുന്നോട്ട് കുതിക്കുന്ന സമയത്ത് അവർക്കൊരു നെഗറ്റീവ് ഗ്രോത്ത് റേറ്റാണ്. ദേ വോണ്ട് ഗെറ്റ് എനി ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ, ദേ വോണ്ട് ഗെറ്റ് എനി കൈൻഡ് ഓഫ് ജോബ്, ദേ വിൽ ബി ഡിസ്കാർഡഡ് ഇൻ ദ സൊസൈറ്റി. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് കൊണ്ടുവന്നത്. ദേ ഇൻക്ലൂഡ്സ് ദലിറ്റ്സ്, ആദിവാസി, ട്രൈബൽ, വിമൻ, മൈനോറിറ്റീസ്, അൺഓർഗനൈസ്ഡ് ക്രിസ്ത്യൻസ്, സിഖ്സ്, ബുദ്ധിക്സ് and Jains. They have been notified in Gazette of India as minority communities by the Union government all over India. ഈ കാറ്റഗറി ആൾക്കാരെയാണ് ഗസറ്റ് ഓഫ് ഇന്ത്യയിൽ അവരെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മുടെ യൂണിയൻ ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഹു ആർ ദി? ദലിത്, ആദിവാസി, ട്രൈബൽ, വിമൻ, minorities, tribal women, it is one, minorities, unorganized Christians, Sikhs, Buddhists and Jains. Okay, so for them we have introduced a national commission for minorities. മൈനോറിറ്റീസിന് വേണ്ടി തന്നെ നമ്മളൊരു കമ്മിറ്റി ഓർഗനൈസ് ചെയ്തു. ദാറ്റ് ഈസ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി, NCM. The Union government set up the National Commission for Minorities under the National Commission for Minorities Act. ഇങ്ങനെ ഒരു യൂണിയൻ വരണമെങ്കിൽ there should be an act. It is in 1992. Okay, 6 religious community, നേരത്തെ പറഞ്ഞ 6 religious communities ആണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. മുസ്ലിംസ്, ക്രിസ്ത്യൻ, ബുദ്ധ, then Zoroastrians, that is Parsis and Jains. ഇങ്ങനെയുള്ള 6 minorities ആണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയത്. സോ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ അവർക്ക് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ബട്ട് വാട്ട് ആർ ദ ഹ്യൂമൻ റൈറ്റ്സ്? ഫസ്റ്റ് വൺ, റൈറ്റ് ടു ഇക്വാലിറ്റി. ദെൻ ഇൻഫ്യൂസ് എ സെൻസ് ഓഫ് കംപ്ലീറ്റ് കോൺഫിഡൻസ് ഇൻ ദം. അവർക്ക് കോൺഫിഡൻസ് ഭയങ്കര ലോ ആണ്. അവരെ ഫുൾ എല്ലാവരും ഡിസ്കാർഡ് ചെയ്ത് കിടക്കുന്ന സമയത്ത് വി ആർ ഓർഗനൈസിങ് എ കമ്മിറ്റി ഫോർ ദം ടു build confidence in them. Okay, then equality in free profess, practice and propagate religion. അവർക്ക് അവരുടെ റിലീജിയനെ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൈറ്റും കൂടെ, they have the equal right as any other person in the society by this act. Then it guarantees the freedom to manage the religious affair of institution. If they have any religious affair related to their institution, they can carry out. അതിന് guaranteed ആണ് freedom. Then equality in opportunity for public employment കിട്ടും. Additional protection to religious activity by exempting funds from tax liability. റിലീജിയസ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ളതിന് അവർക്ക് ടാക്സ് ലയബിലിറ്റിന്ന് എക്സെംപ്റ്റ് ചെയ്യും. Then ethnic and linguistic minorities are bestowed with distinct set of cultural and educational rights. ഭയങ്കര ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, ഒട്ടും കഴിവില്ലാത്ത അല്ലെങ്കിൽ അവർക്കൊരു വിധമുള്ള നോളജ് ഇല്ലെങ്കിൽ അവർക്ക് സ്പെഷ്യലായിട്ട് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ്സ് കൊടുക്കുന്നത്. ദീസ് ആർ ദി ഹ്യൂമൻ റൈറ്റ്സ് ഫോർ മൈനോറിറ്റി ഗ്രൂപ്പ്സ്. So now we are moving on into some of the international organizations for the protection of human rights. What are they? First one, UNESCO. That is United Nations Economic, Social and Cultural Organization. What is that?
It is a specialized agency of the United Nations and aimed at contributing to the building of peace, eradication of poverty, sustainable development, and intercultural dialogue through education, science, culture, communication, and information. And a specialized agency and UN in it. They are for building peace, eradication of poverty, sustainable development, intercultural dialogue, etc. UNESCO have 193 member states and 11 associate members. 193 member states and 11 associate members. Based in Paris, that is France, most of these field officers are cluster officers that covers 3 or more countries, national, regional, also exist. UNESCO is a number of United Nations Development Group, a coalition of UN agencies and organizations aimed at fulfilling the Sustainable Development Goals. UNESCO എപ്പോഴും പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി പീസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിലുണ്ടാക്കിയ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. ദേ ഹാവ് 193 മെമ്പർ സ്റ്റേറ്റ്സ് ആൻഡ് ഓൾസോ associate 11 associate members, and it is based in Paris, France. They are aimed at sustainable development goals. Okay, this is one of the agency. Another one is UNICEF, United Nations Children's Fund. United Nations Children's Fund is a United Nations agency responsible for providing humanitarian and developmental aid to the children worldwide. വേൾഡ് വൈഡിലുള്ള ചിൽഡ്രന് ഡെവലപ്മെൻറ്റൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യുണൈറ്റഡ് നേഷൻസ് ഉണ്ടാക്കിയ ഒരു ഓർഗനൈസേഷനാണ് യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് ഫണ്ട്. ഇറ്റ്സ് UN headquarters in New York City. Where was UNESCO in Paris? UNESCO was in Paris. UNICEF is in New York City. It is among the most widespread and recognizable social welfare organization in the world, with the presence of 192 countries and territories. In UNESCO, there was 193 member countries, and UNICEF there is 192 countries, and they are most recognizable social welfare organization. Social welfare nu vendittulla organization aanu UNICEF. യുണിസെഫിൻ്റെ കുറേ പ്രൊജക്റ്റുകൾ, അവരുടെ കുറേ ഫണ്ടിങ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. മെയിൻലി ഇറ്റ് ഇസ് ഫോർ ദ ചിൽഡ്രൻ. Okay. UNICEF program emphasizes developing community-level services to promote the health and well-being of children. Children വേണ്ടി തന്നെയാണ് യുണിസെഫിൻ്റെ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അറ്റ് കമ്മ്യൂണിറ്റി ലെവൽ. ഓക്കെ. നൗ WHO ഇപ്പോൾ നമ്മൾ റീസെൻ്റായി കേൾക്കുന്നതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. കൊറോണയുടെ കേസിൽ they are giving so many guidelines for the ones for us how to get rid of or how to prevent us from getting that disease. So I hope that everybody know about WHO, that is World Health Organization. It is a specialized agency of the United Nations responsible for international public health in vendi. The WHO Constitution, which established the agency's governing structure and principles, states its major objective as the attainment by all people of the highest possible level of health. എല്ലാ ആൾക്കാർക്കും ഒരേപോലുള്ള ഹയസ്റ്റ് ലെവൽ ഓഫ് ഹെൽത്ത്, എല്ലാവരും ഹെൽത്തി ആയിരിക്കുക, ദാറ്റ് ഇസ് ദ എയിം. Okay. The WHO was established by Constitution on 7th April 1948, and its first priority was to control the spread of malaria, tuberculosis, and sexually transmitted infection, and to improve maternal and child health, nutrition, environmental hygiene, etc. Its first legislative act was concerning the compilation of accurate statistics on the spread and morbidity of disease. ഇപ്പോൾ ഉള്ള കൊറോണയുടെ കേസിൽ നമ്മളും എന്താ ചെയ്യുന്നത്, സ്പ്രെഡ് കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ WHO ഗൈഡ് ലൈൻസിനനുസരിച്ച് മൂവ് ചെയ്യുന്നത്. സോ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഇൻ്റർനാഷണൽ പബ്ലിക് ഹെൽത്ത്, ആൻഡ് ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 7th April 1948, ആൻഡ് ദേ ആർ ടു കൺട്രോൾ ദ സ്പ്രെഡ് ഓഫ് various type of diseases for reducing the mortality rate. Mortality എന്ന് വെച്ചാൽ ഡെത്ത് റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. Now, another organization, UNESCO barno, UNICEF barno, WHO barno. Now, the last one, ILO. It is International Labour Organization. The International Labour Organization is a United Nations agency whose mandate is to advance social and economic justice through setting international labour standards. ലേബർ സ്റ്റാൻഡേർഡ്സിന് വേണ്ടിയിട്ട് ഇൻ്റർനാഷണലി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ILO. ഇറ്റ് വിൽ ബി ഡിസ്കസ്ഡ്. I hope that it is almost discussed in the other IPR. IPRൽ ILO important ആണ്. Similarly, in this too, we want to study what is ILO. Okay, it is founded in 1990. The ILO received the Nobel Prize for improving fraternity and peace among the nations. നേഷൻസ് ഇടയിൽ ഫെറ്റേണിറ്റി അല്ലെങ്കിൽ പീസ് കൊണ്ടുവരാൻ വേണ്ടി ILOക്ക് നോബൽ പ്രൈസ് വരെ
ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ദേ പെർസ്യൂഡ് ഡീസൻറ്റ് വർക്ക് ആൻഡ് ജസ്റ്റിസ് ഫോർ വർക്കേഴ്സ് ആൻഡ് പ്രൊവൈഡിംഗ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് അതർ ഡെവലപ്പിംഗ് നേഷൻസ്. With its focus on international development, it is a member of United Nations Development Group. ഇവരും യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു മെമ്പറാണ്. ആൻഡ് ആസ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ ദെയർ എയിം ഇസ് ഓൾസോ ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. എല്ലാ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഓർഗനൈസേഷൻ്റെയും ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് മീറ്റ് ചെയ്യുക എന്നതാണ്. ഓക്കെ, സോ വി ഹാവ് ഡിസ്കസ് 4 ഓർഗനൈസേഷൻ: യുനെസ്കോ, യുണിസെഫ്, ILO ആൻഡ് WHO. ഇനി നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിസണേഴ്സിൻ്റെ കേസിൽ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനുള്ളൊരു ഡിസ്കഷനാണ് ഇനി. ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ആൻഡ് പ്രൊക്ലെയിംഡ് ബൈ ദ ജനറൽ അസംബ്ലി റെസൊല്യൂഷൻ 45/111 ഓഫ് 14 December 1990. എന്താണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിസണേഴ്സിന് പറഞ്ഞിരിക്കുന്നത്? ട്രീറ്റഡ് വിത്ത് റെസ്പെക്ട് ഡ്യൂ ടു ദ ഇൻഹറൻറ്റ് ഡിഗ്നിറ്റി ആസ് വാല്യൂസ് ഹ്യൂമൻസ്. അവർ ഹ്യൂമൻസാണ്, പ്രിസണേഴ്സ് ഹ്യൂമൻസാണ്, അതുകൊണ്ട് അവർക്ക് അവരുടേതായ ഒരു ഡിഗ്നിറ്റി കൊടുക്കണം. ഡോ ഡിസ്ക്രിമിനേഷൻ ഇൻ എനി ഗ്രൗണ്ട്സ്. അവരൊരു കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളവരെ മാറ്റി നിർത്തരുത്. അതുകൊണ്ട് അവർക്ക് ഈ റൈറ്റില്ല ആ റൈറ്റില്ല എന്നൊന്നും പറയാൻ പാടില്ല. ദർ ഇസ് നോ discrimination. Then desirable to respect the religious belief and cultural perspective of the group to which they belong. അവർ ഏത് ഗ്രൂപ്പിലാണോ പെടുന്നത്, ഏത് റിലീജിയസ് ഗ്രൂപ്പിലാണോ ഏത് കൾച്ചറൽ ഗ്രൂപ്പിലാണോ അതിനെ അവർക്ക് റെസ്പെക്റ്റ് ചെയ്യണം. അത് അവർക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് സൊസൈറ്റി അഗെയിൻസ്റ്റ് ക്രൈം. ഈ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിസണേഴ്സ് അവരിനി ഒരിക്കലും ഒരു ക്രൈം ചെയ്യരുത്. അതിനു വേണ്ടി നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് അവരെ ഒരു നല്ല സ്വഭാവം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. സോ ഇറ്റ് വിൽ റെഡ്യൂസ് ദ ക്രൈം. റൈറ്റ് ടു ടേക്ക് പാർട്ട് ഇൻ കൾച്ചറൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആകാൻ വേണ്ടി അവർക്ക് റൈറ്റ് കൊടുക്കണം. ടു അണ്ടർടേക്ക് മീനിങ്ഫുൾ റിന്യൂമറേറ്റഡ് എംപ്ലോയ്മെൻറ്റ് വിച്ച് വിൽ ഫെസിലിറ്റേറ്റ് ദ റീഇൻറ്റഗ്രേഷൻ. നമ്മൾ കേൾക്കാറുണ്ട്, ഇപ്പോൾ ജയിലിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് വേറൊരു ജോബ് കൊടുക്കും, എന്നിട്ട് തിരിച്ചു പോകുമ്പോഴേക്ക് അവർക്ക് അതിനുള്ളൊരു പേയ്മെൻറ്റും കൊടുക്കുന്നു, ഒരു റെന്യൂമറേഷൻ കൊടുക്കുന്നു. ആൻഡ് ദേ ആർ തോട്ട് എ ന്യൂ ജോബ്. ഒരു ജോബ് ചെയ്യാനുള്ള കാലിബർ അവർക്ക് ഡെവലപ്പ് ചെയ്യുക. ചിലപ്പോൾ അവരൊരു ഗുണ്ടയായിട്ട് വന്നായിരിക്കും, പക്ഷെ പോകുമ്പോഴേക്ക് അവരൊരു എന്തെങ്കിലും ഒരു തൊഴിൽ പഠിച്ചിരിക്കും. തയ്ക്കാനോ ക്യാൻഡിൽ മേക്കിങ്ങോ അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ കറി, അങ്ങനെയുള്ള പല ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കൊടുക്കുന്നു. സോ ദേ ഗെറ്റ് അവരുടെ ആ ക്രിമിനൽ ലൈഫ് മറന്ന് എൻജോയ്മെൻറ്റും വരും. സോ ഇറ്റ് വിൽ റെഡ്യൂസ് എ ക്രൈം ആൻഡ് ദേ ഗെറ്റ് എ ജോബ് ഓൾസോ. ഓക്കെ, ദെൻ ആക്സസ് ടു ഹെൽത്ത് സർവീസസ്. അവർ മനുഷ്യരാണ്, അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനും നമ്മൾ ഇൻവോൾവ്. ഇപ്പോൾ കൊറോണയുടെ ഇതിൽ വന്നപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉള്ള പ്രിസണേഴ്സിനൊക്കെ അസുഖമാണെന്ന് പറഞ്ഞു. അപ്പം അസുഖമാണെന്ന് വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റും കൊടുക്കാതിരിക്കുകയാണ്? അല്ല, വി ആർ ഗിവിങ് ദം ട്രീറ്റ്മെൻറ്റ്. സോ ദേ ആർ ഓൾസോ ട്രീറ്റഡ് ആസ് നോർമൽ ഹ്യൂമൻസ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിസണേഴ്സിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഇതിനെല്ലാത്തിനും കൂടെ നമ്മൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ നമ്മൾ എക്സ്റ്റാബ്ലിഷ് ചെയ്തത് 1993 ആണ്. ഇറ്റ് ഈസ് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ്. ഇറ്റ് ഈസ് ഹെഡഡ് ബൈ ദ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. റിട്ടയർ ആയ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കും അതിൻ്റെ ഹെഡ്. അതേപോലെ അത് എക്സ്റ്റാബ്ലിഷ് ചെയ്തത് 1993 ബൈ ദി പാർലമെൻറ്റ്. It consists of one member who is or has been a judge of Supreme Court of India. ഒരാൾ ജഡ്ജായിരിക്കാം, അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ഓഫ് ജഡ്ജ് റിട്ടയർ ആയതായിരിക്കാം. ഓർ വൺ മെമ്പർ ഹൂ ഇസ് ഓർ ഹാസ് ബീൻ ദി ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. ഹൈക്കോർട്ടിൻ്റെ കറണ്ട് ചീഫ് ജസ്റ്റിസ് ആകാം, അല്ലെങ്കിൽ റിട്ടയർ ആയ ഹൂ ഹാസ് ബീൻ, അങ്ങനെ ഒരാളാകാം. ആൻഡ് 2 members to be appointed from among people having knowledge of or പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോളജ് ഉള്ളവരോ ആ ഏരിയയിലൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള 2 ആൾക്കാരുമായിരിക്കണം ഇതിൻ്റെ കോമ്പോസിഷൻ. ഒരാൾ സുപ്രീം കോർട്ടിലെ ജഡ്ജ് അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് ഉള്ളവർ. സെക്കൻഡ് വൺ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ഓർ ദോസ് ഹു ഹാവ് ആൻ എക്സ്പീരിയൻസ് ആസ് ദാറ്റ്, ഓർ ദോസ് ഹു ഹാവ് എ നോളജ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ ഹ്യൂമൻ റൈറ്റ്സ്. These are the 3 types, that is 1 member to, so totally 4 members. Okay, and the chief justice of India ആയിരിക്കും ഹെഡ് ചെയ്യുന്നത്. The chairperson, ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും. he will be appointed by the president with the recommendation of a 6-member. ഒരു 6-member കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലായിരിക്കും ചെയർമാനെ പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യും. Who are the 6-member committee? Prime Minister, Home Minister, Speaker of Lok Sabha, Deputy Chairman of Rajya Sabha and Leader of the Opposition in Rajya Sabha. അങ്ങനെയുള്ള 6 members നിന്നാണ് എന്ന് വെച്ചാൽ പ്രസിഡൻറ്റ് ഇൻക്ലൂഡിങ് പ്രസിഡൻറ്റ് there will be 5 person, that is Prime Minister,
Home Minister, Speaker of Lok Sabha, Deputy Chairman of Rajya Sabha and Leader of Opposition in Rajya Sabha. ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ച് പ്രസിഡൻ്റെ കൂടെ ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടാണ് ചെയർമാനെ സെലക്ട് ചെയ്യുക ചെയർപേഴ്സണെ സെലക്ട് ചെയ്യുക. സോ വാട്ട് ഇസ് ദ ഫങ്ഷൻ? ഇങ്ങനെ സെലക്ട് ചെയ്തു, കോമ്പോസിഷൻ പറഞ്ഞു, സെലക്ട് ഒക്കെ ചെയ്തു. വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? What are the functions? They intervene in any proceedings involving any allegation of violation of HR before a court with approval of such court. എന്തെങ്കിലും ഒരു പ്രൊസീഡിങ് HR-ന് എതിരെയായിട്ടോ ഹ്യൂമൻ റൈറ്റ്സിനെതിരെയായിട്ട് നടക്കുന്ന എന്ത് അലിഗേഷനും അവർ ഇൻ്റർവ്യൂ, അതിന് അലിഗേഷനായിട്ട് വരുന്ന എന്ത് പ്രൊസീഡിങ്സിലും they will get involved, they will interfere. Visit any jail or detention place to study the living condition of the inmates and make recommendations. ഇൻമേറ്റ്സിനുള്ള റെക്കമെൻഡേഷൻ അവിടെ ജയിലിലുള്ള ആൾക്കാരെ കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നിറവേറ്റി കൊടുക്കും. റിവ്യൂ ദ ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ആക്ട് ഓഫ് ടെററിസം ദാറ്റ് ഇൻഹിബിറ്റ് ദ എൻജോയ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് റെക്കമെൻഡ് അപ്രോപ്രിയേറ്റ് റെമഡിയൽ മെഷേഴ്സ്. എന്തെങ്കിലും ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, അതിനെന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കും. അല്ലെങ്കിൽ ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് കാരണം ഹ്യൂമൻ റൈറ്റ്സ് എൻജോയ്മെൻറ്റ് വിൽ ബി ഇൻഹിബിറ്റഡ്. Then encourage the efforts of non-government organization and institution working in the field of HR. ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനെ ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രൊമോട്ട് ചെയ്യും. സിമിലർലി അണ്ടർടേക്ക് functions as it may consider necessary for the promotion of HR. ഹ്യൂമൻ റൈറ്റ്സിന് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും അണ്ടർടേക്ക് ചെയ്യും. സിമിലർലി they will do some research in the field of human rights. These are the functions of National Human Rights Commission. Okay, now what are the powers of Human Rights Commission? ഇങ്ങനെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഫംഗ്ഷൻ പറഞ്ഞു, അവർക്ക് എന്തൊക്കെ പവേഴ്സാണ് എക്സ്ട്രാ ഉള്ളതെന്നാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ആർ ദി? To utilize service of any investigation agency or central or state government if necessary. അവർക്ക് തോന്നുകയാണ് ഏതോ ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റഡ് ആയിട്ടുള്ള അത് എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കാൻ ഏതെങ്കിലും CBIനെയോ അങ്ങനെയുള്ള ഏത് NIAയുടെയോ അങ്ങനെ ഏതൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഹെൽപ്പ് വേണമെങ്കിൽ they can have that. That is one of the power. Then to receive evidence of affidavit. ഇത് ആരുകൊണ്ടാണ്, എന്താണ് ഇതിന് കാരണം, ആരാണ് കാരണം എന്നുള്ള അറിയാനുള്ള റൈറ്റ് അവർക്കുണ്ട്. അവർക്ക് എവിഡൻസ് വാങ്ങാം. ടു സെർച്ച് ഓർ ഫൈൻഡ് ഓർ പ്രൊഡ്യൂസ് ഡോക്യുമെൻറ്റ്സ്. കുറച്ച് ഡോക്യുമെൻറ്റ്സ് വേണം. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനിൽ ഏതൊക്കെ ആൾക്കാർ ഇൻവോൾവ് ആയി, എന്തൊക്കെയാണ് ഇതിൻ്റെ റൈറ്റ്സ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറേ ഡോക്യുമെൻറ്റ്സിന് ആവശ്യം. അതൊക്കെ ഇവർക്ക് സെർച്ച് ചെയ്ത് ഫൈൻഡ് ചെയ്യുക. ക്യാൻ ഓൾസോ ബി പ്രൊഡ്യൂസ്ഡ്. ഓക്കെ. ടു സമ്മൺ ഓർ കോൾ ഫോർ ഓർ എൻഫോഴ്സ് ദ അറ്റൻഡൻസ് ഓഫ് വിറ്റ്നസ് ആൻഡ് എക്സാമിൻ ദം ഓൺ ഓത്ത്. അവർക്ക് സമ്മതം, മറ്റേ ഓത്തെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ പോകത്തില്ലേ, കോർട്ടിലൊക്കെ വെച്ചിട്ട് നമ്മൾ സത്യവാങ്മൂലം പറയത്തില്ലേ, ആ സത്യവാങ്മൂലം കൊടുത്തിട്ട് തന്നെ നമുക്ക് വിറ്റ്നസ്സിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുപ്പിക്കാം. ദേ കാൺ ലൈ ടു the National Human Rights Commission. Then act upon any public criticism on violation of HR. എന്തെങ്കിലും ഹ്യൂമൻ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന എന്ത് കാര്യത്തിനെതിരെയും അവർക്ക് ആക്ഷൻ എടുക്കാം. Then power to engage in any treaty and its implementation as an instrument for HR literacy. എന്തെങ്കിലും ട്രീറ്റി HR ലിറ്ററസീനെ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ they have the powers to engage in that treaty. Then power to join hands with non-government and non-statutory agency. ഏത് non-government non-statutory agency ഉണ്ട് അത് HR റിലേറ്റഡ് ആണ്, ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റഡ്. HR എന്ന് പറയുമ്പോൾ ആരും ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകരുത്. ഇറ്റ് ഈസ് ഹ്യൂമൻ റൈറ്റ്സ്. ഇൻ ദിസ് ഇറ്റ് ഈസ് ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെടുന്ന ഏത് നോൺ ഗവൺമെൻറ് ഓർ നോൺ സ്റ്റാറ്റുട്ടറി ഏജൻസീസ് ആണെങ്കിലും ദേ ക്യാൻ ഹാവ് ദ പവർ ടു ജോയിൻ ഹാൻഡ്സ് വിത്ത് ദം. ഇത് സം ഓഫ് ദ പവേഴ്സ് ആണ്. ഇനിയും കുറേ പവേഴ്സ് ഉണ്ട്. സോ യു ഷുഡ് ഡിസ്കസ് ഇറ്റ്. ദാറ്റ് ഈസ് യു ഷുഡ് ഗോ ത്രൂ ദാറ്റ് പോർഷൻസ് ടു. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റിൽ കുറച്ചുകൂടെ പോയിൻറ്റ്സ് ഉണ്ടാവും, അത് നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് do some research in that. What is NHRC, what are the functions, what are the powers, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കണം. ഇതെല്ലാം ഐ ഹോപ്പ് ദാറ്റ് ഓൾ ആർ പ്രിപ്പയറിങ് നോട്ട്സ് ഫോർ മൈ ലെക്ചേഴ്സ്. എൻ്റെ എല്ലാ ലെക്ചേഴ്സിനും എല്ലാവരും നോട്ട്സ് ഉണ്ടാക്കി വെക്കണം. ഞാൻ അത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കും. സോ വെൻ ഐ ആസ് ഐ വോണ്ട് ഇറ്റ് റെഡിമെയ്ഡ്. ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് നോട്ട്സ് കിട്ടിയിരിക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ദ പവേഴ്സ് ഓഫ് NHRC. നൗ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ നാഷണൽ ലെവൽ പറഞ്ഞു. ഇനി സ്റ്റേറ്റ് ലെവൽ എന്താണ്? ഇറ്റ് വിൽ ബി ഡിസ്കസ് ഹിയർ. ഇറ്റ് ഈസ് മെൻഷൻ ഇൻ ദ 7th ഷെഡ്യൂൾ ഓഫ് കൺകറൻറ്റ് ലിസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ്. 7th ഷെഡ്യൂളിലാണ് ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 persons ഇൻക്ലൂഡിംഗ് HR person. ദാറ്റ് ഈസ്
a chairperson, a serving or retired judge of High Court, and a person having practical experience. Similar to the National Human Rights Commission, ഇതിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ട്. ചെയർപേഴ്സൺ ഷുഡ് ബി എ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. മറ്റേലൊരു മെമ്പറായിരുന്നു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. ഹിയർ ദി ചെയർപേഴ്സൺ വിൽ ബി എ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ആൻഡ് അതർ മെമ്പേഴ്സിൽ വൺ എ സർവിങ് ഓർ റിട്ടയർഡ് ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് or district judge in the state or with a minimum 7 years experience as district judge. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഡിസ്ട്രിക്ട് ജഡ്ജ് ആവാം, പക്ഷേ അയാൾക്ക് ഒരു 7 വർഷം സർവീസ് ഉണ്ടായിരിക്കും. ആൻഡ് അനദർ പേഴ്സൺ ഹാവിങ് എ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഓർ നോളജ് റിലേറ്റിംഗ് ടു HR. ഇതൊക്കെ ആയിരിക്കണം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ കമ്പോസിഷൻ. ഓക്കെ, നൗ ഇതിൽ ചെയർപേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറായിരിക്കും, മറ്റേതിൽ പ്രസിഡൻ്റ് ആയിരുന്നു നാഷണലിൽ. ആൻഡ് അതർ മെമ്പേഴ്സ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് ചീഫ് മിനിസ്റ്റർ ആസ് ഇറ്റ്സ് ഹെഡ്, Speaker of the Legislative Assembly, the State Home Minister, and the leader of the Opposition Legislative Council would also be the members of the committee in case the state has Legislative Council. Legislative Council ഉള്ള ഒരു കൺട്രി, ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ അതിലെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിലും വേണം. അതിലും പ്രസിഡൻറ്റ് 6 മെമ്പേഴ്സിൻ്റെ റെക്കമെൻഡേഷനിലായിരിക്കും ചെയർപേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സിമിലർലി ഇൻ ദിസ് കേസ് ഓൾസോ, ബട്ട് not president, this is governor in case of state human rights commission. And the tenure of the chairperson എത്രയാണ്? 5 years ആയിരിക്കും. അതല്ല, ഒന്നെങ്കിൽ 5 years അല്ലെങ്കിൽ 70 years അറ്റൈൻ ചെയ്താൽ. ഇപ്പം 70 വയസ്സുള്ള ആളാണെങ്കിൽ ആ വർഷം അയാൾ റിസൈൻ ചെയ്തിരിക്കണം. അതർവൈസ് ഇഫ് ഇറ്റ് ഇസ് 65 he can pass out in 7, that is he can get retired at the age of 7. If it is 60 then 65 അയാൾ റിട്ടയർ ആവണം, വിച്ച് ഇസ് ലോവർ. 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, ഇറ്റ് ഷുഡ് ബി കൺസിഡേർഡ്. ദെൻ ഇവരുടെ ഫങ്ഷൻസ് എന്താണ്? നമ്മൾ നേരത്തെ ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പറഞ്ഞു. ഇനി സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഫങ്ഷൻസ് എന്താണ്? ടു ഇൻ്റർവീൻ ഇൻ എനി പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് ഇൻ അലിഗേഷൻസ്. സെയിം പ്രൊസീഡിങ്സ് ആണ്. ഇഫ് യു ആർ നോട്ടീസിങ്, ആ സ്ലൈഡ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് തന്നെ. കോർട്ടിൽ എന്ത് വയലേഷൻസ് ഉണ്ടായാലും വിസിറ്റ് ദ ജയിൽ, ദെൻ സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ആൻഡ് അണ്ടർടേക്ക് ദ പ്രൊമോട്ട് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് HR. ഇങ്ങനെ കുറച്ചുകൂടി പോയിൻറ്റ്സ് ഉണ്ട്. ഓൾറെഡി ഇറ്റ് ഇസ് ഡിസ്കസ്. 2 കമ്മീഷനും ഹ്യൂമൻ റൈറ്റ്സിൻ്റെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവലിലും സെയിം ഫങ്ഷൻസ് ആണ് വരുന്നത്. ഇപ്പം ഓൾമോസ്റ്റ് നമ്മുടെ പോർഷൻ എൻഡ് ആവാറായി. ഇനി ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷനാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. വാട്ട് ഈസ് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ? ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി പഠിക്കുക. It is defined by UN Decade for Human Rights Education in 1995 to 2005 as training, dissemination and information efforts aimed at the building of a universal culture of HR through the imparting of knowledge and skills and the molding of attributes for strengthening of respect of HR and fundamental freedom, full development of the human personality and sense of its dignity, enabling of a person to participate effectively in a free society, promotion of understanding, respect, gender equality and friendship among all nations. ഇങ്ങനെ 4 എണ്ണമാണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയായിരിക്കണം? ഇതിനെപ്പറ്റി ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി പഠിപ്പിക്കുക. ബിൽഡിങ് ഓരോ ആൾക്കാർക്കും നോളജ്, സ്കിൽസ്, എന്തിനൊക്കെ വേണ്ടി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സ്ട്രെങ്തൻ ചെയ്യാൻ, ഒരു ഹ്യൂമൻ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക, ടു ടേക്ക് പാർട്ട് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ എ ഫ്രീ സൊസൈറ്റി. എല്ലാ ആൾക്കാരെയും ഫ്രീ സൊസൈറ്റിയിലുള്ള കാര്യത്തിലും ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എല്ലാ ജെൻഡർ ഇക്വിറ്റീനെ പറ്റിയും ഫ്രണ്ട്ഷിപ്പ് എമംഗ് നേഷനെ പറ്റിയും നോർമൽ അണ്ടർസ്റ്റാൻഡിങ് എല്ലാം എല്ലാ ആൾക്കാർക്കും, നോട്ട് ഓൺലി ദ യങ്ങർ വൺസ്, എൽഡർ വൺസിനും എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ കൊടുക്കുക. ഹ്യൂമൻ റൈറ്റ്സ് എന്താണ്, ഹ്യൂമൻ റൈറ്റ്സ് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് നമ്മളത് പ്രാക്ടിക്കലാക്കുന്നത്, ഇഫ് വി ആർ ഗെറ്റിംഗ് വയലേറ്റഡ് വാട്ട് ഷുഡ് ബി ഡൺ, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനാണ് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ എന്ന പർപ്പസ്. ഓക്കെ, ഈ ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? റിക്വയർ പീപ്പിൾസ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഇത് എല്ലാവരിലേക്ക് എത്തിക്കണമെങ്കിൽ ആൾക്കാരുടെ നല്ല പാർട്ടിസിപ്പേഷൻ വേണം. ലേണിംഗ് ദ സ്കിൽസ് ഓഫ് അഡ്വക്കസി, ഹൗ ടു സ്പീക്ക് ആൻഡ് ആക്ട് എവറി ഡേ. ഓരോ ദിവസം എന്ത് സംസാരിക്കണം, എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ബേസിസ് ഫോർ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇൻ ദാറ്റ് കേസ് വി ക്യാൻ ടെൽ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഹ്യൂമൻ റൈറ്റ്സ്. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക. യു ഷുഡ് കൺസിഡർ ഇറ്റ്. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷന് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ പ്രൊമോഷൻ ഓഫ് സോഷ്യൽ ഓർഡർ. ഒരു സോഷ്യൽ ഓർഡർ
ഡിസോർഡർ ഉണ്ടായി, എല്ലായിടത്തും പ്രശ്നങ്ങളാവുന്നു ബിക്കോസ് ഡ്യൂ ടു വയലേഷൻ ഓഫ് എ ഹ്യൂമൻ റൈറ്റ്സ്. ഇൻ ദാറ്റ് കേസ് വി ക്യാൻ ടെൽ ഇതൊരു ഹ്യൂമൻ റൈറ്റ്സ് ആണ്. സോ ആസ് ഇഫ് വി നോ അബൌട്ട് ഇറ്റ് വി ക്യാൻ സോൾവ് ദാറ്റ്. ഓക്കെ, ദെൻ ടീച്ചർ സ്കിൽസ് ഓഫ് നെഗോസിയേഷൻ, മീഡിയേഷൻ ആൻഡ് കൺസെൻസ് ബിൽഡിംഗ്. എന്തെങ്കിലും നെഗോസിയേഷൻ സ്കിൽസും അതേപോലെ ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ നമുക്ക് ഹ്യൂമൻ റൈറ്റ്സിനെ യൂസ് ചെയ്യാം. ഈ HR എഡ്യൂക്കേഷൻ കാരണം എന്തൊക്കെ ഗോൾസാണ് ഉണ്ടാകുന്നത്, ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി പഠിപ്പിച്ചുകൊണ്ട് എന്തൊക്കെ ഗുണം ഉണ്ടാകുന്നത്, അതൊക്കെ തന്നെയാണ് നമ്മൾ ഇതുവരെ മെൻഷൻ ചെയ്തത്. വി ക്യാൻ ഗെറ്റ് ടു ദ പോയിൻറ്റ്. ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ റെസ്പെക്റ്റിംഗ്, ഡിഫെൻഡിങ് ആൻഡ് പ്രൊമോട്ടിങ് ഹ്യൂമൻ റൈറ്റ്സ്. നമുക്ക് ഹ്യൂമൻ റൈറ്റ്സിനെ റെസ്പെക്റ്റ് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യാനും ഒരു റെസ്പോൺസിബിലിറ്റി, നമുക്ക് ആ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റും. നമുക്കതിനെപ്പറ്റി അറിഞ്ഞാലേ ഹ്യൂമൻ റൈറ്റ്സ് ഏതാണ് റെസ്പെക്റ്റ് ആവേണ്ടത്, ഏതാണ് ഡിഫെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ഇമ്പോർട്ടൻറ്റ് ഔട്ട്കം ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ ഇസ് എംപവർമെൻറ്റ്, എ പ്രോസസ് ത്രൂ വിച്ച് പീപ്പിൾ ആൻഡ് കമ്മ്യൂണിറ്റീസ് ഇൻക്രീസ് ദെയർ കൺട്രോൾ ഓവർ ലൈഫ്സ് ആൻഡ് ഡിസിഷൻസ് ദാറ്റ് അഫക്റ്റ് ദെം. ഓരോരുത്തരെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ബ്രിങ് അബൌട്ട് ജസ്റ്റിസ് ആൻഡ് ഡിഗ്നിറ്റി ഫോർ ഓൾ. എല്ലാവർക്കും എല്ലാ റൈറ്റ്സും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടും വി ക്യാൻ യൂസ് ദിസ് HR എഡ്യൂക്കേഷൻ. So it is about the learning about the inherent dignity of all people and their rights to be treated with respect. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. HR principles such as universality, individuality and independence of HR, how HR promote participation in decision making and the peaceful resolution of conflict resolve ചെയ്യാൻ, decision make ചെയ്യാൻ, international law like Universal Declaration of Human Rights or the Convention on the Rights of Child, then regional, national, state and local law that reinforce the international human rights law, the persons and agencies that are responsible for promoting, protecting and respecting human rights. ഇതിനെല്ലാം പറ്റിയും പഠിത്തം നമുക്ക് HR എഡ്യൂക്കേഷനിലൂടെ കിട്ടും. HR മീൻസ് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷനിലൂടെ കിട്ടും. എന്തൊരു പ്രശ്നം വന്നാലും എങ്ങനെ സോൾവ് ചെയ്യണം, ആരൊക്കെയാണ് പ്രൊട്ടക്റ്റഡ് ആവേണ്ടത്, അതെങ്ങനെ നമുക്ക് എല്ലാവരിലേക്ക് എത്തിക്കാം, എല്ലാവർക്കും ഈക്വാലിറ്റി ആണുള്ളത്, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നത്. Skills for the action include എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മൾ റിപ്പീറ്റഡ് ആണ്. സോ ഐ എം നോട്ട് ഡിസ്കസിങ് മച്ച് ഓൺ ദി HR എഡ്യൂക്കേഷൻ. ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ ഇസ് വെരി സിമ്പിൾ, ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. ഇനി നമുക്ക് HR ആൻഡ് എൻവയോൺമെൻറ്റ്, HR എൻവയോൺമെൻറ്റുമായിട്ട് എങ്ങനെ റിലേറ്റ് ആയിട്ടുള്ളതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. How it is related? There are two main approaches to human rights and the environment. One, use of existing human rights, and second, the need of new human rights for the safe and clean environment. ഒന്നെങ്കിൽ നമുക്കുള്ള ഹ്യൂമൻ റൈറ്റ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ എൻവയോൺമെൻറ്റ് ക്ലീൻ ആൻഡ് സേഫ് ആക്കാൻ വേണ്ടി നമുക്ക് ന്യൂ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടാക്കാം. എങ്ങനെയാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സിനെ പറയുന്നത്? ഒന്നെങ്കിൽ നമ്മൾ സേഫ് ക്ലീൻ എൻവയോൺമെൻറ്റിനുള്ള റൈറ്റ്, ദെൻ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള റൈറ്റ്, സിമിലർലി ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ ഇൻ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള റൈറ്റ്. ദീസ് ആർ ദി ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് എൻവയോൺമെൻറ്റ്. ഇതിനൊക്കെ വേണ്ടി നമ്മൾ പല ടൈപ്പിലുള്ള കൺവെൻഷൻസാണ് ഈ ഡെയിലി ഓരോ ദിവസമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ കൺവെൻഷനിലൂടെയാണ് നമുക്ക് മനസ്സിലാകുന്നത് പ്രൊട്ടക്ഷൻ, ഓരോ വെറ്റ്ലാൻഡ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, വാട്ടർ റിസോഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ, എല്ലാത്തിനും വേണ്ടി നമ്മൾ ഓരോരോ റൈറ്റ്സ് അല്ലെങ്കിൽ കൺവെൻഷൻസ് ഉണ്ടാക്കി. സം ഓഫ് ദ കൺവെൻഷൻസ് ആർ ഡിസ്കസ് ഹിയർ. What are they? 1971 Ramsar Convention of Wetlands, the 1972 World Heritage Convention, 1973 Convention on International Trade in Endangered Species, 1979 Convention on Migratory Species, and 1989 Basel Convention Control of Transport of Hazardous Materials. ഇങ്ങനെ പല പല കൺവെൻഷൻസ് ആണ് നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ് വിത്ത് ദ ഹ്യൂമൻ റൈറ്റ്സ്. രണ്ടും കൂടി കൊലാബറേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയ കൺവെൻഷൻസ് ആണ് ഈ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കൺവെൻഷൻ പഠിക്കേണ്ട കാര്യമില്ല. സോ ജസ്റ്റ് വി ആർ മെൻഷനിങ് സം. ഇതേപോലെ നമ്മൾ ഇപ്പോൾ കുറച്ച് കൺവെൻഷൻ പറഞ്ഞു, അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കൺവെൻഷൻസ് അല്ലെങ്കിൽ രണ്ട് കമ്മീഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് മെയിൻലി വരുന്ന കൺസർവേഷൻ ഇഷ്യൂ ഓഫ് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ കൺസർവേഷൻ ഇഷ്യൂ വന്നപ്പോൾ നമ്മൾ രണ്ട് കമ്മിറ്റീസാണ് വന്നത്. ദാറ്റ് ആർ ഗാഡ്ഗിൽ കമ്മിറ്റി ആൻഡ് കസ്തൂരിരംഗൻ കമ്മിറ്റി. ഈ രണ്ടെണ്ണമാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ എവറിബഡി ജസ്റ്റ് ലിസൺ ടു ദം. ഓക്കെ, ഈ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഇഷ്യൂ ഉണ്ടായത് ഇടുക്കി ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ കേരള, നമ്മുടെ ഇവിടെയാണ് ഈ ഇഷ്യൂ ഉണ്ടായത്. കസ്തൂരിരംഗൻ കമ്മിറ്റി ഐഡൻറ്റിഫൈഡ് 13,108 സ്ക്വയർ
kilometers in Kerala as ecologically sensitive zone. Kerala government argued that only 9,893 square kilometer area should be kept under ECS. കസ്തൂരിരംഗൻ പറഞ്ഞു 13,000ഓളം ഏരിയ എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ ആക്കണമെന്ന്. ബട്ട് കേരള ഗവൺമെൻറ് അത് 9,093ലേക്ക് കുറച്ചു. സ്റ്റേറ്റ് ഗവൺമെൻറ് റെക്കമെൻഡേഷൻ ഫോർ റെഡ്യൂസിങ് ദി സെൻസിറ്റീവ് ഏരിയ വാസ് അക്സെപ്റ്റഡ്. ബട്ട് MOEF എന്ന് പറഞ്ഞാൽ യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ്, അതിനകത്ത് ഈ നമ്മുടെ കേരള ഗവൺമെൻറ് പറഞ്ഞ ഏരിയ മാത്രമാണ് ECSൽ എടുത്തത്. അപ്പോൾ ഇതിനുണ്ടായ ഇതാണ് ഓൾമോസ്റ്റ് കൺക്ലൂഷനായി വരുന്നത്. സോ ഫസ്റ്റ് വി ക്യാൻ സീ വാട്ട് വർ ദി കൺവെൻഷൻ, ആ കമ്മീഷനിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, ഹൂ വർ ഇൻവോൾവ് ഇൻ ദാറ്റ്, ഇറ്റ് വിൽ ബി ഡിസ്കസ്. ഗാഡ്ഗിൽ കമ്മീഷനിൽ പറഞ്ഞത് ഇറ്റ് ഡിഫൈൻസ് ഇറ്റ്. ഗാഡ്ഗിൽ കമ്മീഷനിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇനിയുള്ളത്. The boundaries of the Western Ghats for the purpose of ecological management. Ecological managementന് വേണ്ടി ബൗണ്ടറീസിന് പ്രൊട്ടക്ഷൻ ആയിരുന്നു ഗാഡ്ഗിൽ കമ്മീഷൻ്റെ എയിം. It proposed that its entire area to be designed as ESA. Full area ecologically sensitive area ആക്കണമെന്നാണ് ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞത്. Within this area, small region were to be identified as ecological sensitive zone 1, 2 and 3 based on the existing condition and nature of threat. This is recommended by the GADGIL Commission. It proposed to divide the area into about 2,200 grids, of which 75% would fall under ESZ1 or 2 and all under already existing protected areas such as wildlife sanctuaries or നാഷണൽ പാർക്സ്. അവർ പറഞ്ഞത് ഇങ്ങനെ 2,200 ഗ്രിഡ്സ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ദ കമ്മിറ്റി പ്രപ്പോസ് എ വെസ്റ്റേൺ ഗഡ് ഇക്കോളജിക്കൽ അതോറിറ്റി ടു റെഗുലേറ്റ് ദീസ് ആക്ടിവിറ്റി. അതേപോലെ ദേ ഓൾസോ പ്രപ്പോസ്ഡ് ഒരു എക്കോളജി അതോറിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യണം. ദേ ഷുഡ് റെഗുലേറ്റ് ആക്ടിവിറ്റീസ്. ഇതൊക്കെയായിരുന്നു ഗാഡ്ഗിൽ കമ്മീഷനിൽ പറഞ്ഞത്. ബട്ട് ഈ ഗാഡ്ഗിൽ കമ്മീഷന് പല ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടി വരും. വാട്ട് ആർ ദേ? മോർ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആൻഡ് നോട്ട് ഇൻ ടോൺ വിത്ത് ദ ഗ്രൗണ്ട് റിയാലിറ്റീസ്. എപ്പോഴും എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് മാത്രമേ നോക്കിയുള്ളൂ. ഇത് പ്രാക്ടിക്കലാണോ എന്നുള്ള കൺസെപ്റ്റ് അവർ നോക്കിയിട്ടില്ല. റെക്കമെൻഡേഷൻ വാസ് സൈറ്റഡ് ആസ് ഇംപ്രാക്ടിക്കൽ ടു ദ ഇംപ്ലിമെൻറ്റ്. ഗാഡ്ഗിൽ റിപ്പോർട്ട് ഹാസ് ആസ്ക്ഡ് ഫോർ എ കംപ്ലീറ്റ് എക്കോ സെൻസിറ്റീവ് കവർ ഫോർ ദ വെസ്റ്റേൺ ഗട്ട്സ് വിച്ച് ഹാമ്പർ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓൺ എനർജി ആൻഡ് ഡെവലപ്മെൻറ്റൽ ഫ്രണ്ട്സ്. പല ഡെവലപ്മെൻറ്റിനും എനർജി ഫ്രണ്ട്സിനും വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഏരിയയൊക്കെ അവർ എന്ത് ചെയ്തു? എക്കോ സെൻസിറ്റീവ് കവറിനുള്ളിലാക്കി. അങ്ങനെ ആക്കി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒന്നും ഡെവലപ്മെൻറ്റ് നടക്കത്തില്ല. There was a criticism against the constitution of a new body called Western Ghats Ecology. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു എക്കോളജിക്കൽ അതോറിറ്റി, വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജിക്കൽ അതോറിറ്റി, അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ക്രിറ്റിസിസം ഫേസ് ചെയ്തു. ഡസൻ ഗിവ് എ സൊല്യൂഷൻ ഫോർ റവന്യൂ ലോസസ്. ഈ ഓരോ കാരണങ്ങൾ കൊണ്ട് റവന്യൂ ലോസ് ഉണ്ടാവില്ലേ, പല ഡെവലപ്മെൻറ്റ് നിൽക്കും, എനർജി സോഴ്സസ് നിൽക്കും. ബട്ട് അതിനൊരു റവന്യൂ ലോസസ് റിക്കവറി അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. എഗെയിൻസ്റ്റ് ഡാംസ് ഇൻ വെസ്റ്റേൺ ഗട്ട്സ് വിച്ച് ഈസ് ക്രൂഷ്യൽ ബ്ലോ ഇൻ ദ ഏലിയൻ പവർ സെക്ടർ. വെസ്റ്റേൺ ഗട്ട്സിൽ ഡാംസ് മെയിനാണ്, ഇടുക്കി ഡാം അറിയാം. ബട്ട് അതൊന്നും കൺസ്ട്രക്ട് ചെയ്യാനുള്ള റൈറ്റ് ഗാഡ്ഗിൽ കമ്മിറ്റി കൊടുക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ അതിന് കുറേ പവർ സെക്ടറാണിത്. ഡാംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ പവർ സെക്ടറാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് നഷ്ടമാവും. സോ ദീസ് വർ ദ ക്രിറ്റിസിസം ഫേസ്ഡ് ബൈ ദ ഗാഡ്ഗിൽ കമ്മിറ്റി. അങ്ങനെ ഗാഡ്ഗിൽ കമ്മിറ്റിക്ക് പ്രശ്നങ്ങളായി വന്നപ്പോൾ നമ്മൾ കസ്തൂരിരംഗൻ കമ്മിറ്റിയിലേക്ക് മാറി. കസ്തൂരിരംഗൻ അങ്ങനെ പഠിച്ചാൽ മതി. സോ ഈ കമ്മിറ്റിയിൽ വന്നതെന്ന് വെച്ചാൽ നൺ ഓഫ് ദ 6 കൺസേൺ സ്റ്റേറ്റ് അഗ്രീഡ് വിത്ത് ദി റെക്കമെൻഡേഷൻ ഓഫ് ദി ഗാഡ്ഗിൽ കമ്മിറ്റി വിച്ച് സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഓൺ ഓഗസ്റ്റ് 2011 വന്ന റിപ്പോർട്ട് ആരും സമ്മതിച്ചില്ല. ഓൺ ഓഗസ്റ്റ് 2012 ദ എൻവയോൺമെൻറ്റ് മിനിസ്റ്റർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് എ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ വെസ്റ്റേൺ ഗട്ട്സ് അണ്ടർ കസ്തൂരിരംഗൻ ടു എക്സാമിൻ ദ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ആസ് ഇൻ a holistic and multidisciplinary fashion in the light of responses received from the state, central ministers and others. എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഇവരുടെ റിപ്പോർട്ട് നോക്കി ഒരു പുതിയ കമ്മിറ്റി ഇതെല്ലാം ശ്രദ്ധിക്കട്ടെ എന്ന് എൻവയോൺമെൻറ്റ് മിനിസ്റ്റർ ഉറപ്പിച്ചു പറഞ്ഞു ബൈ ഓഗസ്റ്റ് 2012. അങ്ങനെയാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി വന്നത്. അവരെന്തൊക്കെ റെക്കമെൻഡേഷനാണ് പറഞ്ഞത്? മൈനിങ് പാടില്ല, ക്വാറിങ് പാടില്ല, സയൻ മൈനിങ് പാടില്ല, തെർമൽ പവർ പ്രൊജക്റ്റ് പാടില്ല. ബട്ട് ഹൈഡ്രോ പവർ പ്രൊജക്ട്സ് ഓക്കെയാണ്, പക്ഷേ ഡാംസിൽ നിന്നുള്ളത് ഓക്കെ. ബട്ട് തെർമൽ പവർ പാടില്ല. പൊല്യൂട്ടിങ് ഇൻഡസ്ട്രി, പുതിയതായിട്ട് ഇൻഡസ്ട്രീസ് ഒന്നും പൊല്യൂട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് പാടില്ല. കൺസ്ട്രക്ഷൻ ആൻഡ് ബിൽഡിംഗ് പ്രൊജക്ട്സ് അപ് ടു 20,000 സ്ക്വയർ മീറ്റേഴ്സ് അലൗഡാണ്. ബട്ട് ടൗൺഷിപ്സ് ഒന്നും അവിടെ ഉണ്ടാവരുത്, വീടുകളൊന്നും പണിയാൻ പാടില്ല. അതേപോലെ ഫോറസ്റ്റ് ഡൈവേർഷൻ ഷുഡ് ബി അലൗഡ് വിത്ത് എക്സ്ട്രാ സേഫ് ഗാർഡ്സ്. ഫോറസ്റ്റ് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് കൊടുക്കില്ല, അതൊക്കെ എക്സ്ട്രാ സേഫ്റ്റി വേണം, സേഫ് ഗാർഡ്സ് വേണമെന്നും കസ്തൂരിരംഗൻ കമ്മിറ്റിയിൽ പറഞ്ഞു. അവരും ക്രിറ്റിസിസം ഫേസ് ചെയ്തു. വാട്ട് വർ ദേ യൂസ്ഡ്, ഈ കസ്തൂരിരംഗൻ പാനൽ യൂസ് ചെയ്തത് റിമോട്ട് സെൻസിങ് ആൻഡ് ഏരിയൽ സർവേ മെത്തേഡ്സ് ആയിരുന്നു.
ഏരിയൽ സർവേ എന്ന് വെച്ചാൽ ആകാശത്തൂടെയാണ് അവരെല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ്ങിലൂടെയാണ് അവർ കാര്യങ്ങളൊക്കെ നോക്കിയത്. ബട്ട് അത് ശരിക്കും ഗ്രൗണ്ട് റിയാലിറ്റി അല്ല, അങ്ങനെ കുറേ എറേഴ്സ് വന്നു. അതേപോലെ പവർ ഇസ് വെസ്റ്റഡ് വിത്ത് ബ്യൂറോക്രാറ്റ്സ് ആൻഡ് ഫോറസ്റ്റ് ഒഫീഷ്യൽ, നോട്ട് വിത്ത് ഗ്രാമസഭാസ്. ഗ്രാമസഭയ്ക്ക് ഇതിന് ഒരു റോളും ഉണ്ടായിരുന്നില്ല. എല്ലാ ഡെസിഷൻ എടുക്കുന്ന ഫോറസ്റ്റ് ഒഫീഷ്യൽസ് ആയിരുന്നു, അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സ് ആയിരുന്നു എടുത്തിരുന്നത്. അതൊരു ക്രിറ്റിസിസം ആയിരുന്നു. മെനി ഫിയർ ദാറ്റ് ദ ഫാമേഴ്സ് വുഡ് ഗെറ്റ് എവിക്റ്റഡ് ഇഫ് ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ്. ഫാമേഴ്സ് എഫക്റ്റ് ആവും എന്നതായിരുന്നു ഇതിന് വേറൊരു ഇത് വന്നത്. അവർക്ക് ബുദ്ധിമുട്ടാകും. ക്വാറിയിങ്ങും മൈനിങ് എല്ലാം നിർത്തുമ്പോൾ ഇത് നോർമലി എൻവയോൺമെൻറ്റിന് പ്രശ്നമാവും. അങ്ങനെ കുറേ ഫാമേഴ്സ് ആ ഏരിയ വിട്ടുപോയി. അങ്ങനെ ഫാമിങ് ചെയ്യാൻ ആളില്ലാതെ വന്നു. The use of enormous material has caused inclusion of many villages under ecological sensitive area, though there was only rubber plantation and no forest land. ഒരു ഫോറസ്റ്റ് ലാൻഡ് ഉണ്ടല്ലോ, റബ്ബർ പ്ലാന്റേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ മെത്തേഡ് യൂസ് ചെയ്തും കുറേ ഏരിയ അങ്ങ് എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയാസായി മാറി. കസ്തൂരിരംഗൻ റിപ്പോർട്ട് included ecological non-sensitive areas under ECA and left out many ecological sensitive areas. ശരിക്കും ESZ ഏരിയ, EZA ഏരിയ ആണ് ഇതിനുള്ളിൽ വരുന്നത്. എക്കോളജിക്കൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ് അല്ലേ കസ്തൂരിരംഗൻ കമ്മിറ്റി കൊണ്ടുവരേണ്ടത്. പക്ഷേ ശരിക്കും സംഭവിച്ചു വന്നപ്പോൾ എക്കോളജിക്കൽ സെൻസിറ്റീവായ കുറേ ഏരിയയൊക്കെ പുറത്തും പോയി, സെൻസിറ്റീവ് അല്ലാത്ത ഏരിയയൊക്കെ അകത്തും പെട്ടു. ഇങ്ങനൊരു പ്രശ്നം കസ്തൂരിരംഗൻ കമ്മീഷനിൽ സംഭവിച്ചു. അങ്ങനെ ഈ രണ്ട് കമ്മിറ്റിയാണ് കൂടുതൽ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മിറ്റികളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അത് വെസ്റ്റേൺ ഗൾസുമാണ്, നമ്മുടെ ഇടുക്കി സ്റ്റേറ്റുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള കമ്മിറ്റീസ് നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തില്ലേ, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ജസ്റ്റ് കീപ്പ് ഓൺ ദിസ് വെറ്റ്ലാൻഡ്സിൻ്റെ, ഹെറിറ്റേജിൻ്റെ, എൻഡേഞ്ചർ സ്പീഷീസിനുള്ള, മൈഗ്രേറ്ററി ബേർഡ്സിനുള്ളത്, ഇങ്ങനെ. സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ പ്രാവശ്യം പഠിക്കാനുള്ളത് മെയിൻലി. സോ ഓൾമോസ്റ്റ് ദിസ് മൊഡ്യൂളും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അങ്ങനെ ടോട്ടലി 2 മൊഡ്യൂൾസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എൻവയോൺമെൻറ്റ് സയൻസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിൽ, ഫസ്റ്റ് 1 ആൻഡ് 5th 1. സോ ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ അസൈൻമെൻ്റ് ഒന്നും തരുന്നില്ല, എപ്പോഴും അസൈൻമെൻറ്റ്സ് തരുന്നുണ്ട്. സോ എല്ലാവരും ഇതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അത് മാത്രമേ ഇന്ന് നിങ്ങളോട് പറയുന്നുള്ളൂ. എല്ലാ ദിവസവും നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഞാൻ എന്ന് വേണമെങ്കിലും നിങ്ങളോട് നോട്ട്സ് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. And almost our portion is completed. 2 modules are complete. Any modules ബാക്കിയുണ്ട്. We can start with the 2nd or 3rd module by the next day. Okay, so that's all for today. Have a nice day.